അങ്ങനെ സൻസിലാവോസും കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹവും അമേരിക്കയിൽ പോയി. അപ്പോൾ ഞാൻ സമാധാനിച്ചു, ഇനിയെങ്കിലും എൻ്റെ അപ്പനാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തും. ഇതുപോലെ തന്നെ ഒരു ഫംഗ്ഷന് വന്നു കഴിഞ്ഞപ്പോൾ പരിചയപ്പെടുത്തി. എൻ്റെ താഴെ ഒരുത്തുണ്ട്, അവൻ്റെ പേര് വെൽസ് എന്നാണ്. അവൻ സൗത്ത് ആഫ്രിക്കയിലാണ്, അവൻ വക്കീലായി. അത് കഴിഞ്ഞപ്പോൾ ആ ഫംഗ്ഷനിൽ വെച്ചിട്ട് ഇതുപോലെ തന്നെ പറയുകയാണ്, വറുദേട്ടനെ മനസ്സിലായോ? ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലായില്ല. നമ്മുടെ അഡ്വക്കേറ്റ് വെൽസിൻ്റെ ഫാദറാണ്. അപ്പോൾ ഞാൻ ഭയങ്കര നിരാശയായി. ഞാൻ അന്ന് രാത്രി വൈകുന്നേരം ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കുമെന്ന് ചോദിച്ചു. അപ്പൻ ഒരു 2 അടിച്ചിങ്ങനെ സുഖമായിട്ടിരിക്കുന്ന സമയമാണ്. അപ്പനോട് ചോദിച്ചു, ഇത് വലിയൊരു സങ്കടമായി പോയല്ലോ. കാരണം അപ്പൻ ഒന്നില്ലെങ്കിൽ ഡോക്ടറുടെ ഫാദർ, അതല്ലെങ്കിൽ സൻസിലാവോസിൻ്റെ ഫാദർ, അതല്ലെങ്കിൽ വെൽസൻ്റെ ഫാദർ, ഇങ്ങനെയാണ്. അപ്പോൾ എനിക്കൊരു അപ്പൻ ഇല്ലാണ്ടായി പോയല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എൻ്റെ ഗതികേട്. എനിക്ക് സ്വന്തമായിട്ടൊരു അപ്പനെ കിട്ടാൻ വരെ ബുദ്ധിമുട്ടായി. ഞാനൊന്ന് ആലോചിച്ചു, കയ്യിൽ കുറച്ച് കാശുണ്ടെങ്കിൽ എൻ്റെ അമ്മ മർഗലീത്തയെ 2ാമതൊരു കല്യാണം കഴിപ്പിച്ച് ഒരപ്പനെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ടൊരു അപ്പനുണ്ടാവില്ലേ? മാത്രമല്ല ആ അപ്പന് വേറെ അവകാശികളാരും ഉണ്ടാവില്ലല്ലോ. അപ്പം ഞാൻ അപ്പൻ്റെ അടുക്ക് ഞാൻ തന്നെ ചോദിച്ചു, എനിക്കൊരു അപ്പനെ കിട്ടാൻ എന്താ ഒരു വഴി? എന്താ ഒരു ചൂട്! ഇതെന്താ ഇവിടെ ആരും ഇല്ലേ? ശബ്ദവും വേളൊന്നും കേൾക്കാനില്ലല്ലോ. വെൽസെത്തിയില്ലേ? അവന് വലിയ തിരക്കല്ലേ. കോടതി കഴിഞ്ഞാ നേരെ വക്കീലാപ്പീസ്. ഇപ്പൊ എല്ലാത്തിനും വെൽസ് വേണം അപ്പുക്കുട്ടമേനോന്. അമ്മയോട് ഇതാരാ പറഞ്ഞേ? അമ്മക്കറിയോ ഈ അപ്പുക്കുട്ടമേനോന്? ഇല്ല, അതൊക്കെ ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. ആ, അമേരിക്കന്ന് പിള്ളേരുടെ കത്തുണ്ടായിരുന്നു. നിന്റെ ആരോഗ്യമൊക്കെ അന്വേഷിച്ചിട്ടുണ്ട്. ദൈവം സഹായിച്ച് എനിക്ക് ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല. ഇവൻ ഒരെണ്ണം അടിച്ചാൽ എന്റെ എല്ലാ ക്ഷീണവും തീരും. നീ എവിടെയായിരുന്നു? കലക്ടർ ഓഫീസില്. ഇവനല്ലേ ഇപ്പോഴത്തെ കലക്ടർ. നേരത്തിന് സമയത്തിനൊക്കെ എത്താൻ കഴിയോ? എന്റെ അമ്മാമ്മ റോഡിൽ തിക്കം തിരക്കുമായിരുന്നു. എന്താ അവിടെ വല്ല ജാഥ മീറ്റിംഗ് ഉണ്ടായിരുന്നു? ഞാൻ വരുമ്പോ അവിടെ ഒന്നും കണ്ടില്ലല്ലോ. അപ്പം കാണായിരുന്നു, നന്നായി. ജാഥയും തിരക്കൊന്നുമല്ല, നമ്മുടെ വെൽസിനെ കാണാൻ വന്ന ആൾക്കാരുടെ തിരക്കാ. ഞാനൊരു സ്കൂട്ടർ മുട്ടിച്ചപ്പോ എന്തായിരുന്നു ഇവിടുത്തെ പുകില്. ഇരിഞ്ഞാലക്കുടയിൽ ഇത്രേ ആളുകൾ കേസുണ്ടാക്കണ കാണുമ്പോഴേ അതിശയാവുക. നിനക്കേ അസൂയ അവനോട്. എനിക്കെന്തിനാ അവനോട് അസൂയ? ഇത്രയും കേസ് ഏറ്റെടുത്ത് അവൻ എങ്ങനെ കൊണ്ട് നടക്കും? അല്ല, ഇതിനൊക്കെ കിട്ടുന്ന പണം അവൻ എവിടെ കൊണ്ട് വെക്കും? ഇവിടെ വെച്ചാ പിന്നെ അമ്മാമ്മയ്ക്ക് ഉറക്കം കാണൂല, കള്ളനെ പിടിച്ച്. നീ പോടാ ചേട്ടാ. നിനക്കേ തൊട്ടുകൂട്ടാൻ എന്തെങ്കിലും ഞാൻ എടുത്തിട്ട് വരാം. അപ്പനല്ലേലും ഭാഗ്യവാനാ. ഡോക്ടറുടെ അപ്പൻ, ബേബി മാച്ച് വർക്ക്സിന്റെ ഉടമസ്ഥന്റെ അപ്പൻ, അത് കഴിഞ്ഞപ്പോ വെൽസ് വക്കീലിന്റെ അപ്പൻ. എനിക്ക് മാത്രം ഒരു അപ്പനില്ല. ഞാൻ ജനിച്ചപ്പോ എന്റെ അപ്പൻ എനിക്കൊരു പേരിട്ടു, വറീതെന്ന്. പിന്നെ പലരുടെയും വറീതേട്ടനായി. കുറച്ചു കഴിഞ്ഞപ്പോ നീ പറഞ്ഞ പോലെ ഞാൻ ഇവരുടെയൊക്കെ അപ്പൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഇതൊക്കെ വലിയ കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? അത് തന്നെയാ ഞാനും ചോദിക്കണേ. ഏതൊരാൾക്കും സ്വന്തം പേരിൽ അറിയപ്പെടാനാണ് ഇഷ്ടം. ഒരു കണക്കിന് നീയാ ഭാഗ്യവാൻ. നീ വറീദിന്റെ മകനായാൽ അറിയപ്പെടുന്നേ. അപ്പൊ നിനക്കൊരപ്പനുണ്ടെന്നർത്ഥം. ഇനി നീ ഇതാലോചിച്ച് വിഷമിക്കണ്ട. എൻ്റെ അപ്പം പറഞ്ഞതാണ്, എടാ നിന്നേക്കാളൊക്കെ എത്രയോ ദുഃഖം അനുഭവിക്കുന്ന ആളാണ് ഞാൻ ചോദിച്ചു, അതെന്താ അത്? ഞാൻ നിങ്ങളെക്കാളും വലിയവനാണ് ഞാനെങ്കിൽ എൻ്റെ മക്കളാണെന്നാണ് നിങ്ങൾ ഓരോരുത്തരെയും അറിയുള്ളൂ. ഇതിപ്പോൾ ഞാൻ അവൻ്റെ ഫാദറാണ്, ഇവൻ്റെ ഫാദറാണ്, ഇതൊക്കെയാണ് ആളുകൾ എന്നെ പറ്റി പറയുന്നത്. അപ്പം എൻ്റെ ദുഃഖം നീ മനസ്സിലാക്കണം. പക്ഷേ എനിക്ക് നിന്നോടാണ് ബഹുമാനം. ഞാൻ ചോദിച്ചു, അതെന്താ അപ്പം അങ്ങനെ? എടാ നീ ആരുമല്ലാതെ ഇരിക്കുന്നത് കൊണ്ട് എനിക്കുള്ള ഗുണം, ഇനി നീ ഇന്നസെൻറ്റിനെ അറിയില്ലേ, അല്ലെങ്കിൽ വലുതിനെ അറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ നീ എൻ്റെ മകനാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തും. അപ്പോഴാണ് എനിക്ക് മനസ്സമാധാനം. അത് കേട്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടിപ്പോയി. മാത്രമല്ല എനിക്ക് നന്നാവണം എന്ന് എൻ്റെ മനസ്സിലും തോന്നി. ഇതൊക്കെ മനുഷ്യ സഹജമായ കാര്യങ്ങളാണ്. എൻ്റെ വീട്ടിൽ നിന്നല്ല, പല വീടുകളിലും ഉണ്ടാവുന്ന കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം പറഞ്ഞത് നേരല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം നമ്മുടെ കരുണാകരൻ സാറ്, മുഖ്യമന്ത്രി കരുണാകരൻ സാറിനെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ പറയാണ് ഇത് പത്മജയുടെ അച്ഛനാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വേറൊരു ഫംഗ്ഷൻ എന്നപ്പോൾ പറയാണ് ഇത് മുരളിയുടെ അച്ഛനാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആർ ബാലകൃഷ്ണപിള്ള സാറ്, മന്ത്രിയായിരുന്ന ബാലകൃഷ്ണപിള്ള സാറിന് ഇത് ഗണേശൻ്റെ അച്ഛനാണ് എന്നൊക്കെ പറഞ്ഞാലൊരു പുകിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എങ്ങനെയെങ്കിലും എനിക്കൊരാളാവണം. അപ്പൻ്റെ ഈ വാക്കുകളാണ് എൻ്റെ മനസ്സിലൊരു വാശി ഉണ്ടാക്കിയത്. ഞാൻ ഏറ്റവും കൂടുതൽ തമാശകൾ പറഞ്ഞിട്ടുള്ളത് എൻ്റെ അപ്പനെക്കുറിച്ചാണ്. പക്ഷേ എൻ്റെ അപ്പനറിയാം ഞാനതൊക്കെ ഇന്നസെൻ്റായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ അപ്പൻ്റെ നർമ്മബോധത്തിൻ്റെ 4/1 എനിക്ക് കിട്ടിയിട്ടില്ല.
പലപ്പോഴും പലരും എന്നെപ്പറ്റി തള്ളി പറഞ്ഞപ്പോഴും അപ്പൻ പലരോടും പറഞ്ഞു. പലരോടൊന്നും മാത്രമല്ല, എൻ്റെ ഭാര്യ ആലീസിനോടും പറഞ്ഞു അവൻ നന്നാവുന്നു. എന്തായാലും ഇത്രയ്ക്കൊക്കെ ആയില്ലേ, അപ്പൻ്റെ നാവ് നന്നായിരിക്കട്ടെ, അത് പൊന്നാവട്ടെ. സിനിമാ നടനായതിനു ശേഷം പല സ്ഥലത്തേക്കും പല ഫംഗ്ഷനും ഞാൻ പോകാറുണ്ട്. പല കോളേജുകളിൽ, പല സ്കൂളുകളിൽ, അതുപോലെ തന്നെ പല കലാസമിതികളിൽ ഒക്കെ പോകാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ എറണാകുളം സെൻറ് തെരേസസ് കോളേജിൽ നിന്ന് അവിടെ പഠിച്ചിരുന്ന എൻ്റെ ജ്യേഷ്ഠൻ്റെ മകള് എൻ്റെ അടുക്ക പറഞ്ഞു, ഇളയപ്പ ഒന്നിവിടെ വരണം ഞങ്ങളുടെ കോളേജ് ഫംഗ്ഷന്. ഞാൻ അവിടെ കോളേജ് ഫംഗ്ഷന് വേണ്ടി ഞാൻ അവിടെ എറണാകുളം സെൻറ് തെരേസസ് കോളേജിലെത്തി. എത്തിക്കഴിഞ്ഞപ്പോൾ അവൾ എൻ്റെ അടുക്ക വന്ന് പറഞ്ഞു, ഇവിടെ എൻ്റെ പല കൂട്ടുകാരികളും എൻ്റെ സ്വന്തം അങ്കിളാണെന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല, അതുകൊണ്ടാണ് അങ്കിള് തന്നെ ഇവിടെ വരണമെന്ന് പറഞ്ഞു. കൂട്ടുകാരികൾക്കും അത് താല്പര്യമാണ്. അത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പ്രസംഗിച്ചു. പ്രസംഗത്തിനിടയിൽ ഞാൻ പറഞ്ഞു, എൻ്റെ ജ്യേഷ്ഠൻ്റെ മകളാണ് ഈ കുട്ടി ബ്രീസി എന്നൊക്കെ പറഞ്ഞ് അവിടെ ഭയങ്കര കയ്യടിയൊക്കെ ഉണ്ടായി. അതൊക്കെ കഴിഞ്ഞ് അവൾക്കും ഭയങ്കര സന്തോഷമായി. മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ അവൾക്കും ഒരു അഭിമാനം, അതുപോലെ തന്നെ എനിക്കും ഒരു അഭിമാനം തോന്നി. കാരണം എൻ്റെ കെയർ ഓഫ് എൻ്റെ വീട്ടുകാരിൽ പലരും ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നു. അപ്പോൾ എനിക്കും ഒരു അഡ്രസ്സ് ആയില്ലേ, എനിക്ക് ബോധ്യമായി. പക്ഷേ ഇതൊക്കെ മാറിയും മറിഞ്ഞും വരാം. ഇതുകൊണ്ട് ഞാൻ എല്ലാം നേടിയെന്ന് അഹങ്കരിച്ചിട്ടൊരു കാര്യമില്ല. ഇതൊക്കെ തലവരാന്ന് മാത്രമേ ഉള്ളൂ.